11 വയസ്സുള്ള മകനോട് വാപ്പ ചോദിക്കുകയാ, അള്ള നിന്നെ അറുത്തു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു, എന്റെ മോന്റെ അഭിപ്രായം എന്താ? ഇസ്മായിൽ നബി പറഞ്ഞ മറുപടി, ഇഫ്അൽ മാ തുഉമർ സതജിദുനി ഇൻഷാ അല്ലാഹ്. അറുത്തു കൊടുത്തേക്ക് വാപ്പ, അള്ള എന്താണ് പറഞ്ഞ ചെയ്തേക്കാൻ. അതാ മക്കള്. ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അറക്കാൻ കൊണ്ടുവരിക. അറക്കാൻ കൊണ്ടുവരുമ്പോ ഇസ്മായിൽ നബി വാപ്പാനോട് പറയാ, ഉപ്പ അറക്കണ സമയത്ത് എന്റെ കഴുത്ത് തിരിച്ചിട്ടിട്ട് വേണം അറക്കാൻ. ഒരു മകൻ പറഞ്ഞു കൊടുക്ക, എന്റെ കഴുത്ത് തിരിച്ചിട്ടിട്ട് വേണം അറക്കാൻ. എന്തേ ഉപ്പ, എന്തേടാ മോനെ അങ്ങനെ പറഞ്ഞേ? ഉപ്പ, എന്റെ മുഖം കണ്ടാ നിങ്ങൾക്ക് അറക്കാൻ പറ്റൂല, എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, എന്റെ മുഖം കണ്ട അറക്കൂല നിങ്ങൾ, അതുകൊണ്ട് എന്റെ തല തിരിച്ചു വെച്ചിട്ട് വേണം അറക്കാൻ. ഉപ്പ എന്റെ കയ്യും കാലും കെട്ടണേ. എന്തേ മോനെ? ഉപ്പ അറക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ കൈകാലിട്ടടിച്ച ഉപ്പാടെ കൈ വിറയ്ക്കും. ഇസ്മായിൽ നബി പറഞ്ഞു കൊടുക്ക, 11 വയസ്സേ ഉള്ളുപ്പ, നിന്റെ മോൻ ഇപ്പോഴും ടാബും മൊബൈലുമായിട്ട് നടക്കാം, ഇറച്ചിക്കോഴിയെ പോലെ മുടിയും വളർത്തി കീറിയ പാൻറ് വിട്ട് നടക്കാവൻ, ആണുമല്ല പെണ്ണുമല്ല. ഇട ഇസ്മായിൽ നബി എന്ന 11 വയസ്സുകാരൻ വാപ്പാനോട് പറയുന്നു, ഉപ്പാ ഈ ഉടുപ്പ് ഊരിയിട്ടിട്ട് വേണം എന്നെ അറക്കാൻ. അതെന്തേ മോനെ? ഉമ്മ കുളിപ്പിച്ചിട്ടെന്ന പുതിയ ഉടുപ്പ, എന്റെ രക്തം ഇതിനകത്ത് പറ്റിയ എന്റെ ഉമ്മയ്ക്ക് വേദനിക്കും, അതുകൊണ്ട് ഇത് ഊരണം, എന്നിട്ട് വേണം അറക്കാൻ. ഇസ്മായിൽ നബി വാപ്പാനോട് പറഞ്ഞു കൊടുക്കുന്നു, ഉപ്പ എന്നെ അറുത്തിട്ട് തിരിച്ചു പോകുമ്പോ ഉമ്മ ചോദിക്കും ഞാൻ എന്തേന്ന്, സ്വർഗത്തിൽ വെച്ച് കാണാന്ന് പറഞ്ഞേക്കണം. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അടുത്ത റൂമിൽ നിന്റെ ബന്ധുക്കളുണ്ട്, നിന്റെ മാതാപിതാക്കളുണ്ട്, നിന്റെ ഭർത്താവുണ്ട്, സ്വന്തം മക്കളുണ്ട്. എന്നിട്ട് പോലും നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ അകത്ത് ഒറ്റയ്ക്കിരിക്കാൻ നിനക്ക് പേടിയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് പാവല്ല പള്ളിയുടെ പള്ളിപ്പറമ്പിലെ ഖബർസ്ഥാനിനകത്ത് 6 അടി മണ്ണിനകത്ത് പോയി കിടക്കുന്ന രംഗമൊന്ന് ചിന്തിക്കാത്തതെന്താ? ഉടച്ചവനെ, ഖബറിനെ കുറിച്ച് ചിന്തിക്കണമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, ഖബറിന് നാവുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നമ്മൾ സംസാരിക്കുന്നത് പോലെ ഖബർ സംസാരിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരെല്ലാം പള്ളിപ്പറമ്പിൽ കടന്നു പോകുന്നുണ്ടോ അവരോട് മുഴുവനും ഖബർ സംസാരിക്കുന്നുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പലരും ചോദിക്കും, ഉസ്താദേ നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാ മോശമായ സ്വഭാവങ്ങളും മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല ഉസ്താദേ. പലരും പറയുന്ന ഒരു കാര്യമാണ്, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. കള്ളുകുടി നിർത്തണമെന്നുണ്ട്, 5 നേരം നിസ്കരിക്കണമെന്നുണ്ട്, ഉസ്താദേ സിനിമ കാണുന്നതും സീരിയൽ കാണുന്നതൊക്കെ നിർത്തണമെന്നുണ്ട്, പറ്റുന്നില്ല ഉസ്താദ്. എനിക്കെന്റെ പ്രിയപ്പെട്ടവരോട് പറയാറുള്ളത്, ഇതൊക്കെ മാറണമെങ്കിൽ ഒരു നന്മ ഞാൻ നിനക്ക് പറഞ്ഞു തരാ. കള്ളുകുടി മാറണമെങ്കിൽ ഒരു ഹോസ്പിറ്റലിലും പോകണ്ട, ഒരു മരുന്നും കഴിക്കണ്ട, ഒരു വഅദും കേൾക്കണ്ട. പെങ്ങളെ, നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറണോ? എന്റെ ചെറുപ്പക്കാരാ, നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറണോ? മാറാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ചെറുപ്പക്കാരനായ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് നന്നാകണം നബിയേ, എനിക്കൊരുപാട് നന്മകൾ ചെയ്യണം നബിയേ, എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം നബിയേ, അതുകൊണ്ട് എനിക്കൊരു വഴി പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു വന്നിട്ട് ചോദിക്കുകയാ, ആരാ അബൂദർ എന്നറിയുവോ? കള്ളു കുടിച്ച് നടക്കുന്നവനല്ല, വ്യഭിചരിച്ച് നടക്കുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല, സാധാരണ സ്വഹാബിയല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹു ആരെന്നറിയുവോ? അബൂദറിന്റെ മഹത്വം അറിയുമോ? അബൂദറിന്റെ മഹത്വം അറിയുമോ? സാധാരണ ഒരു സ്വഹാബിയല്ല അബൂദർ. അല്ലാഹുവേ, അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശ്രേഷ്ഠത അറിയണമെങ്കിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ് അബൂദർ എന്നറിയണോ? ഒരു
ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അബൂദർ നടന്നു പോകുന്നത്. അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ വഴിയിലൂടെ നടന്നു പോകുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? റസൂലുള്ളാഹി തങ്ങൾക്ക് അത്ഭുതമായി. ആരാ ചോദിക്കുന്നത്? ജിബ്രീലാ. ആരാ ചോദിക്കുന്നത്? ജിബ്രീലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, ജിബ്രീൽ, എന്റെ അബൂദറിന് നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത്? എന്റെ അബൂദറിന് നിനക്ക് എങ്ങനെയാണ് പരിചയമുള്ളത്? എന്റെ അബൂദറിന് നിനക്ക് എങ്ങനെ അറിയാം? ആ സമയത്താണ് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി അസ്അറു ഫിൽ അർദി. അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഏഴാകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ, ഏഴാകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും അബൂദറിന്റെ പേര് പറയും നബിയേ. ഈ അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല, ഈ അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല. ഈ സ്വഹാബിയാണ് അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, നന്നാകാൻ ഒരു വഴി പറഞ്ഞതാ നബിയേ. പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? നിന്റെ എല്ലാ അഹങ്കാരവും മാറണോ? നിന്റെ ധിക്കാരം മാറണോ? കള്ളുകുടിയും വ്യഭിചാരവും മോശമായ പ്രവർത്തനങ്ങൾ മുഴുവനും മാറണോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു രൂപ പോലും നീ ചെലവഴിക്കണ്ട, ഒരു കഷ്ടപ്പാടുമില്ല, ഉറക്കമൊഴിയണ്ട, ഒരു പ്രയാസവുമില്ല. നാളെ രാവിലെ എപ്പോഴെങ്കിലും നിനക്ക് സമയം കിട്ടുമ്പോ പാവല്ല പള്ളിയുടെ പള്ളിപ്പറമ്പുണ്ടല്ലോ, ജനങ്ങളെ കബറടക്കുന്ന കബർസാൻ ഉണ്ടല്ലോ, ആ പള്ളിപ്പറമ്പിൽ നിനക്കൊന്ന് ഒറ്റയ്ക്ക് പോകാൻ കഴിയുമോ? ആ പള്ളിപ്പറമ്പിലേക്ക് നിനക്കൊന്ന് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? പേടിയാടാ ചെറുപ്പക്കാരാ, മുടിയൊക്കെ നരച്ചു പോയ വാപ്പയ്ക്കും പേടിയാ. ആ പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്കൊന്ന് പോകാൻ പേടിയാ. ആ പള്ളിപ്പറമ്പിൽ ഒരു 10 മിനിറ്റ് നിനക്ക് നാളെ 10 മണിക്ക്, പാതിരാത്രി രാത്രി 10 മണിക്ക് പോകണ്ട, നാളെ പകലൊരു 10 മണിക്ക് ഒറ്റയ്ക്ക് ഈ പാവല്ലയിലെ പള്ളിപ്പറമ്പില് നിനക്കൊന്ന് ഒറ്റയ്ക്ക് പോകാൻ കഴിയുമോ? ഈ നാടിനെ വിറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാരവിടെ കിടക്കുന്നുണ്ട്. അല്ലാഹനെ മറന്ന് ധിക്കാരികളെ പോലെ നടന്നിരുന്ന എത്രയോ പേരുടെ തലച്ചോറിലെ വളമെടുത്തിട്ട് മൈലാഞ്ചി ചെടികൾ അവിടെ കിളിച്ചു നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറയുകയാ, പോകടാ, കഫാ ബിൽ മൗതി വഇദാ, മരണത്തിനെക്കാളും വലിയൊരു വഅദില്ലല്ലോ. പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് ചെന്നാ നിന്റെ ഏത് ദുസ്വഭാവവും മാറുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ നീ പള്ളിപ്പറമ്പിൽ പോകണ്ട. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ സ്ഥിരമായി കള്ളു കുടിക്കുന്നവന് കള്ളു കുടിക്കാതെ വരുമ്പോ കൈകാല് വിറയ്ക്കുമല്ലോ, ഇതുപോലെ 6 മണി കഴിഞ്ഞാൽ സീരിയലിന്റെ ബാക്കി കാണാതെ ഉറങ്ങാത്ത ഉമ്മ, നിർത്തണ്ടേ പെങ്ങള്, നിർത്തണ്ടേ പെങ്ങള്, നന്നാകണ്ടേ ഉമ്മ. ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. പാവല്ല പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചു പോയെന്ന് വിളിച്ചു പറയുന്നത് കേട്ടാ ഫർദയും ഇട്ടുകൊണ്ട് ആ മരണ വീട്ടിലേക്ക് കടന്നു ചെല്ലണേ. ആ മരണ വീട്ടിലേക്ക് നീ ഒന്ന് കടന്നു പോകണം. എന്നിട്ട് ചോദിക്കണം, മയ്യത്ത് കുളിപ്പിക്കുന്നത് എവിടെയാ? എവിടെയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്? എപ്പോഴാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത് എന്ന് ചോദിച്ചിട്ടാ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് പോയി നിൽക്കണേ. ജനാസ കൊണ്ടുവന്നു മയ്യത്ത് കുളിപ്പിക്കാ തുടങ്ങിയാൽ കേറ് പെങ്ങള്, കേറ് പെങ്ങള്, ഒരുത്തി കിട
കിടക്കുന്ന കിടപ്പ് കാണോ. നിന്നെ പോലെ വികാര വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി ഈ നാടിനെ മുഴുവനും വിറപ്പിച്ച് നടന്ന പെണ്ണല്ലേ. എന്തൊരു ജീവിതമായിരുന്നു, എന്തൊരാഘോഷമായിരുന്നു. ആ പെണ്ണ് കിടക്കുന്ന കിടപ്പ് കാണണം പെണ്ണേ. ആ രംഗം കണ്ടാൽ നീ നന്നാകുമെന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഉപ്പാനെ കാണാൻ നാളെ ജുമാ കഴിഞ്ഞു പോകുമല്ലോ, ഉമ്മയെ കാണാൻ പോകുമല്ലോ, കുടുംബക്കാരെ കാണാൻ പാവല്ല പള്ളിയിൽ ചെന്ന് ജുമാ നമസ്കരിച്ചിട്ട് പള്ളിപ്പറമ്പിലേക്ക് ഇറങ്ങുമ്പോ നീ ഓർത്തു വെച്ചോ, ഖബർ നിന്നോട് പറയുന്നുണ്ടടാ, ഖബർ നിന്നോട് സംസാരിക്കുന്നുണ്ട്. എന്തേ പറയുന്നതെന്നറിയോ? ഖബർ പറയുന്നത് എന്തെന്നറിയോ? ചിലപ്പോ നിനക്കത് ഇന്ന് കേൾക്കാൻ കഴിയണമെന്നില്ല, ഇന്നിതൊക്കെ വെറുതെയാണെന്ന് നീ പറയുമായിരിക്കും. പക്ഷേ നീ കേൾക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാ കേൾക്കുന്നതെന്നറിയോ? ഖബറിന്റെ സംസാരം കേൾക്കുന്നത് എപ്പോഴെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇതൊക്കെ സിറാജ് വെറുതെ പറയുന്നതാ, ഇതൊക്കെ ചുമ്മാതെയാണ്. ഖബറിന് നാവ് വിടയാ, ഖബർ സംസാരിക്കുന്നത് എങ്ങനെയാ എന്ന് കളിയാക്കുന്ന യുവത്വേ, ഒരു ദിവസം നിന്നെ 3 കഷ്ടം തുണിയിൽ പൊതിയുമല്ലോടാ. 3 കഷ്ടം വെള്ള തുണിയുടെ മുകളില് കുളിപ്പിച്ചു കൊണ്ടുവന്ന് കിടത്തിയിട്ട് ആ വെള്ള തുണിയെടുത്ത് പൊതിയുന്ന രംഗമുണ്ടല്ലോ. അല്ലാ, അവസാനം കൊണ്ടുവന്ന് ഈ പള്ളിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിക്കുമല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ട് നിന്റെ ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുമ്പോ കേൾക്കാമടാ ചെറുപ്പക്കാരാ, ഉപ്പമാരെ, ഉമ്മമാരെ, ഖബർ സംസാരിക്കുമോ എന്ന് കേൾക്കുന്നതപ്പോഴാ. ഖബർ നിന്നെ വിളിക്കും, വാടാ, എന്റെ സ്വഭാവം നിനക്ക് കാണണ്ട്. ഒരുപാട് പറഞ്ഞതല്ലേ, ഒരുപാട് ഉപദേശിച്ചതല്ലേ, നന്നായില്ലല്ലോടാ, നന്നായില്ലല്ലോടാ. ഖബർ നിന്നെ വിളിക്കുകയാ, ഞാൻ എന്റെ സ്വഭാവം കാണിച്ചു തരാ. വെറുതെ പറഞ്ഞതല്ല. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യന്റെ ഖബറടക്കാൻ പോയതാണ്. ഖബറടക്കി കഴിഞ്ഞു. എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്നും മടങ്ങി പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിൽ നിൽക്കുകയാ. വന്നവരൊക്കെ ചോദിക്കുന്നു, തങ്ങള് എന്തിനാ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? മഹാനവറുകൾ പറഞ്ഞു, എല്ലാവരും പോകാൻ, ഞാൻ കുറച്ചു നേരം ഇവിടെയൊന്ന് നിൽക്കട്ടെ, എല്ലാവരും പോകാൻ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ വന്നവരൊക്കെ ഖബറടക്കിയിട്ട് പിരിഞ്ഞു പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ആ പള്ളിപ്പറമ്പിലൂടെ നടക്കുകയാണ്. മീസാൻ കല്ലുകൾ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ ആ പള്ളിപ്പറമ്പിലൂടെ നടന്നു പോവുകയാണ്. ഒരു പഴക്കം ചെന്ന ഖബർ കണ്ടു, ഒരു പഴക്കം ചെന്ന ഖബർ കണ്ടു. ഖബറിന്റെ ചാരത്ത് പോയിരുന്നു. കരയാൻ തുടങ്ങി, കരയാൻ തുടങ്ങി, കണ്ണുകൾ നിറയാൻ തുടങ്ങി, താടിയിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഒന്നും മിണ്ടാതെ കരയുകയാണ്. ആ സമയത്താണ് ഖബർ ചോദിക്കുന്ന, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, എന്തേ മിണ്ടാതിരിക്കുന്നത്? ഒരുപാട് സമയമായല്ലോ, ഒരുപാട് സമയമായല്ലോ, എന്നോടൊന്നും ചോദിക്കാനില്ലേ? എന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യനെ കുറിച്ച് നിനക്കറിയണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിച്ചു, ഖബറേ, എങ്ങനെയാ നീ ഒരു മനുഷ്യനോട് പെരുമാറുന്നത്? ഖബർ പറയുകയാ, മസഖത്തുൽ അഖ്ഫാൻ വസദഖത്തുൽ മുഖ്ലതൈൻ വഅകൽതുൽ ലഹുമാ. ഖബർ അങ്ങോട്ട് വിശദീകരിക്കാൻ തുടങ്ങുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നു, പറയല്ലേ, ഖബറിനോട് പറയുകയാ, ഒന്നും പറയല്ലേ, ഒന്നും പറയല്ലേ. അത് കേൾക്കാനുള്ള ധൈര്യം എനിക്കില്ല, അത് കേൾക്കാനുള്ള മനസ്സെനിക്കില്ല. കരഞ്ഞുകൊണ്ട് ഖബറിന്റെ മുകളിൽ വീഴുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഖബറിന്റെ ചാരത്ത്
തളർന്നു വീണു. ഖബറിനടുത്ത് കിടന്ന് കരയുകയാണ്, ഖബറിനകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. അപ്പോഴാണ് ഖബർ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലദുല്ലുക അലാ അകുഫാനിൽ അതുബിലാ. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, എന്നോടും നിങ്ങളോടും ഞാൻ പറയുകയാ, ഒരു ദിനം നിനക്ക് വരാനുണ്ട്. പാവല്ലപ്പള്ളിയുടെ പള്ളിപ്പറമ്പിൽ കുഴികൊത്തുന്ന ഒരു ദിവസമുണ്ട്. എനിക്കും നിങ്ങൾക്കും എന്തായാലും മരണം വരുമല്ലോ. മരിക്കുമെന്ന് വിശ്വാസമില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും അറിയാം മരിക്കുമെന്ന്, എല്ലാവർക്കും അറിയാം മരിക്കുമെന്ന്. ദൈവമില്ലെന്ന് പറയുന്നവനും ഒരു കാര്യത്തിൽ വിശ്വാസമാ. ഇവിടെ ദൈവമില്ല എന്ന് പറയുന്നവനും അവൻ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, അവൻ എന്തായാലും ഒരു ദിവസം മരിക്കും. നമ്മൾ എല്ലാവരും ഒരു ദിവസം മരിക്കും. അള്ളാഹു നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ. നമ്മളൊക്കെ മരിക്കൂലേ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ, മരിക്കുവോ ഇല്ലേ? മരിക്കൂന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. കൈപൊക്കിയാലും പൊക്കിയില്ലെങ്കിലും അസ്റായിൽ നിന്നെ പൊക്കും, അതിൽ യാതൊരു കുഴപ്പമില്ല. നീ വേണമെങ്കിൽ പൊക്കിയില്ലെങ്കിൽ പൊക്കണ്ട, പക്ഷെ ആര് പൊക്കും? അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് ഒരു ദിവസം നിന്നെ തേടി വരും. നീ എവിടെ പോയാലും, ഈ ദുനിയാവിന്റെ ഏത് മൂലയിൽ പോയാലും നിന്നെ തേടി വരും, നിന്നെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുകയാ, എന്തായാലും ഒരു ദിവസം മരിക്കും. എവിടെ വെച്ചാണെന്ന് മാത്രം അറിയില്ലെന്നേ ഉള്ളൂ. എപ്പോഴാണെന്നറിയില്ലെന്നറിയൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിലാണോ, ബാത്റൂമിനകത്താണോ, നടു റോഡിലാണോ, വാഹനത്തിലാണോ, ഹോസ്പിറ്റലിലാണോ, വെന്റിലേറ്ററിലാണോ, എവിടെയാണെന്നറിയില്ല. ഒരു ദിവസം എന്തായാലും നമ്മളെ മരണം തേടി വരും. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ആരെല്ലാം ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ഉറക്ക ആമീൻ പറയുന്നു, മരിക്കുന്ന സമയത്ത് ആ ആമീൻ പറയുന്ന ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, ഈമാനുള്ള ഒരു മരണം നൽകണേ അല്ലാ. അള്ളാഹുവെ, ഈമാനുള്ള ഒരു മരണം നൽകണേ അല്ലാ. ആമീൻ പറയുമെന്ന് അറിയാനാ. അള്ളാഹു ഈമാനുള്ള മരണം നൽകണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം മരിക്കുമെന്ന് ഉറപ്പാ. എന്തായാലും മരിക്കുമെന്ന് ഉറപ്പാ. പിന്നെ ചിലർക്ക് ഇതൊക്കെ പറയുമ്പോ ചിലരെ സംബന്ധിച്ചിടത്തോളം അവര് പറയണത് അതെന്തായാലും മരിക്കും, പക്ഷെ സമയമായില്ലല്ലോ. എന്തായാലും നമ്മൾ എല്ലാവരും മരിക്കും, മരിക്കാൻ സമയമായില്ല എന്നാ നമ്മൾ പലരും പറയാ. കാരണം എനിക്ക് ക്യാൻസർ ഇല്ല, എനിക്ക് ട്യൂമർ ഇല്ല, എനിക്ക് മാരകമായ രോഗങ്ങളൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ഉസ്താദെ ഇപ്പോഴേ മരണത്തെക്കുറിച്ച് പറയണേ? ഞാൻ മരണത്തെക്കുറിച്ച് എന്തിനാ ചിന്തിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ അടുത്ത് ഒരു വീട്ടിലിങ്ങനെ വഴുതിന് പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ പോകുന്ന വഴിയിലാണ് വണ്ടിയിലിരുന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ് ആ വീട്ടിലെ സഹോദരൻ പെട്ടെന്ന് മരിച്ചുപോയി, ചെറുപ്പക്കാരനാ പെട്ടെന്ന് മരിച്ചുപോയി. ഞാൻ ചോദിച്ചു, എത്ര വയസ്സുണ്ടായിരുന്നു? 55 വയസ്സുണ്ടായിരുന്നു. 55 വയസ്സുള്ളവനെ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ ഈ 30 35 ഉള്ളവൻ എന്തു പറയും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുന്നു, എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. ആമീൻ പറയാൻ ഒരു മടി എന്തെന്നറിയോ? നീ വിചാരിക്കുന്നു നിന്റെ സമയം അടുത്തില്ല എന്ന്. എടോ ചങ്ങാതിമാരെ, മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയോ? മരണം എപ്പോഴും നമ്മളിലേക്ക് അടുത്തു കഴിഞ്ഞു. മരണത്തിന് അടയാളം വരെയുണ്ട്. എന്തേ പഠിക്കാത്ത? എല്ലാരും പറയും പെട്ടെന്ന് മരിച്ചുപോയെന്ന്. ചിലരൊക്കെ പറയും പെട്ടെന്ന് മരിച്ചുപോയി ഉസ്താദേ, പെട്ടെന്ന് മരിച്ചുപോയെന്ന് പറയരുത്. എടോ, മരണത്തിന് അടയാളമുണ്ടെന്ന് നബിയിന റസൂലുള്ളാഹി, ഉറക്കെ നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ പറയുന്നത്, നമുക്കൊക്കെ അടയാളം വന്നു കഴിഞ്ഞു. നമ്മളിൽ ഓരോരുത്തർക്കും മരണത്തിന്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞു, മനസ്സിലാക്കണില്ല എന്ന് മാത്രം. ഇങ്ങനെ നടക്കുക, വല്ലവനും കബറും കുഴിച്ച് വല്ല മയ്യത്തും കുളിപ്പിച്ചു ഏതെങ്കിലും മയ്യത്തിന്റെ ജനാസയൊക്കെ പൊതിഞ്ഞു മണ്ണ് വാരിയിട്ട് നടന്നാ പോരാ. നിന്നെയും പള്ളിക്കുഴി കൊണ്ടുവെക്കാൻ സമയമായോ എന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർക്കണം. എടോ, ഒരാളുടെ മരണം അടുത്തെങ്കിൽ ആ മനുഷ്യന് 3 അടയാളം ഉണ്ടാകുമെന്ന്. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. എത്ര അടയാളം ഉണ്ടാകും? എത്ര അടയാളം ഉണ്ടാകും? നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്. ഇത്തിരി ഫ്രണ്ടിലോട്ട് കയറിയിരിക്കോ? ഇത്തിരി ഫ്രണ്ടിലോട്ട് കയറിയിരുന്ന് ആ മക്കളെ, നിങ്ങളൊക്കെ കയറിയിരിക്കും. ഞാൻ വിളിച്ചു പോത്തൊന്നുമില്ല, പേടിക്കണ്ട. ചെവി ഈ ഫാനങ്ങ് ഓഫാക്കടോ. ഇനിയാ ഈ ഫാൻ ഓഫാക്കണം. നിങ്ങളൊക്കെ മുഖം ഒന്ന് കാണാനാ, അടയാളം ഉണ്ടോന്ന് അറിയാൻ.
നിങ്ങളുടെ മരണത്തിന്റെ അടയാളം ഉണ്ടോ എന്ന് കാണാൻ വേണ്ടിയാ ഒന്ന് കയറിയിരിക്കുക. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. എന്നിട്ട് കയറി ബിസ്മില്ലാ കയറിക്കോ. ക്യാമറ തള്ളിയിടായിരുന്നാ മതി. കയറി അൽഹംദുലില്ലാ. എല്ലാവരുടെ മുഖം കാണാൻ വേണ്ടിയാ. ഞാൻ അടയാളം പറഞ്ഞുതരാം. നിനക്ക് പള്ളിക്കുഴി പോകാൻ സമയമായോ? ബാബാ എല്ലാവരും മാസ്ക് ഇടണോ വേണ്ടേന്നൊക്കെ ഇപ്പൊ തീരുമാനിക്കാം. വരി ഇൻഷാ അല്ലാഹ്. കുഴപ്പമൊന്നുമില്ല, അവരൊന്നും ചെയ്യില്ല. അൽഹംദുലില്ലാ. മരണത്തിന്റെ അടയാളം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അടയാളം പറഞ്ഞു തരട്ടെ. പറ ചങ്ങാതിമാരെ, അടയാളം പറഞ്ഞു തരട്ടെ. ധൈര്യമൊക്കെ ഉണ്ടല്ലോ, പേടിയൊന്നുമില്ലല്ലോ. നാളെ രാവിലെ കല്ലമ്പലത്ത് പോവല്ലേ? നാളെ രാവിലെ കടുവാപ്പള്ളി വല്ലതും പോകണം. കഫന്തുണി കിട്ടുന്ന അവിടെ അല്ലേ, ഹറമൈനിയിൽ. കടുവാപ്പള്ളിയുടെ ഫ്രണ്ടിൽ ഹറമൈനി ഉണ്ട്. പോയിട്ട് നിന്റെ അളവനുസരിച്ചൊരു കഫൻ തുണി വാങ്ങണം, നിന്നെ പൊതിയാൻ. പള്ളിയിൽ എങ്ങനെ നേരത്തെ കബർ കുഴിച്ചിടുവോ? പാവല്ലയില് പോയി വെട്ടിക്കോ. നാളെ രാവിലെ സുബഹി കഴിഞ്ഞ് നിന്നെ കുഴിച്ചിടാനുള്ള കബർ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. പേടിക്കല്ലേ, ഞാൻ അടയാളം പറഞ്ഞുതരാം. വല്ലവന്റെ മയ്യത്തും കുളിപ്പിച്ച് ഇങ്ങനെ നെളിഞ്ഞ് നടന്നാ പോരാ. നിന്നെ കൊണ്ടുവെക്കാൻ സമയമായോ എന്ന് 3 അടയാളം പറയാം. വന്നിട്ടുണ്ടെങ്കിൽ ഒരുങ്ങിക്കോണം. താത്താമാരോട് പറയുന്നു, ഇനി സാരിയൊന്നും പേടിക്കണ്ട, കഫൻ തുണി വാങ്ങിച്ചെന്നല്ലേ. രാജകുമാരിയിലൊന്നും പോകണ്ട, സ്വർണം വാങ്ങാൻ. അതൊന്നും വാങ്ങിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഈ പറയുന്ന അടയാളം വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ സമയം അടുത്തു, റെഡിയായിക്കോ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ. നിങ്ങളെന്താ മിണ്ടാത്ത? പേടിച്ചു പോയാ? പറഞ്ഞുതരട്ടെ. 1-ാമത്തെ അടയാളം. നീ എന്താ മോനെ നിക്കണോ? ഓന് കസേരയില്ലടോ, പാവപ്പെട്ട എന്താ മുത്താലിമല്ലേ ഇപ്പൊ. മരണത്തിന്റെ 1-ാമത്തെ അടയാളം എന്തെന്നറിയോ? ബയാദു ശഅരിക ബഅദ സവാദി. എല്ലാവരും തന്റെ തലയിലെ രോമത്തിൽ നോക്കണം. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും തലയിലും താടിയുള്ള ആണുങ്ങൾ താടിയിലും നോക്കണം. ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ, നിന്റെയൊക്കെ തലയിലെയോ താടിയിലെയോ രോമത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ നീ കഫൻ തുണി വാങ്ങിച്ചു വെച്ചോ, നിന്റെ മരണം അടുത്തു. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. പടച്ചവനെ, ഈ ഇരിക്കുന്നതിൽ അധികം പേരുടെയും മുടി നരച്ചവരാ. ഒരെണ്ണമല്ല, അതിനേക്കാളും മരിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും താടിയിലെയും തലയിലെയും മുടി നരച്ചു. ഇപ്പോഴും ക്ലീൻ ഷേവ. എന്തിന്? കിളവാന്ന് വിളിക്കാതിരിക്കാൻ. ചിലത് പിന്നെ പെയിന്റ് അടിക്കും, ചിലര് മൈലാഞ്ചിയിടും. ആമിന പിഴുത് കളയടി, ഇതൊന്ന് പിഴുത്. നിന്നെ ഒടുക്കത്തെ യാത്രയ്ക്ക് സമയമായി, ഒരുങ്ങിക്കോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് ഒരാളെ ജോലിക്ക് നിർത്തി. എന്തിന്? ചിരിക്കുന്നത് കണ്ടാ വന്നിട്ട് പറയണം, ഉമറെ നീ മരിക്കുമെന്ന് പറയാൻ വേണ്ടി മാത്രം. അവസാനം ഒരു ദിവസം ഉമർ തങ്ങൾ ഈ മനുഷ്യനോട് പറഞ്ഞു, നിന്നെ ഞാൻ പിരിച്ചുവിട്ടിരിക്കണം, ജോലിന്ന് പിരിച്ചുവിട്ടു. അപ്പൊ ഈ സഹാബി ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നെ പിരിച്ചുവിട്ട? ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട. എന്റെ താടിയിലെ ഒരു രോമം നരച്ചു, ഇനി ഇതെനിക്ക് പറഞ്ഞു തരും മരിക്കുമെന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഈ ഇരിക്കുന്നതിൽ ഏകദേശം പേരുടെ കാര്യത്തിൽ തീരുമാനമായി. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ബാക്കി പറഞ്ഞിട്ട് ഈ മക്കളെ എന്തിനാ വെറുതെ പേടിപ്പിക്കണേ? ഒന്ന് പറഞ്ഞപ്പോ തന്നെ കാലും കൈയും വിറയ്ക്കാൻ തുടങ്ങി. ഇനി ബാക്കി പറഞ്ഞ ഈ പള്ളിയുടെ മുകളിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ വീടെത്തൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, എന്തായാലും ഒരു ദിവസം ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. പക്ഷേ വെറുതെ മരിച്ചാ പോരാ. എവിടെങ്കിലും കിടന്ന് പട്ടിയാവണ പോലെ ചത്തിട്ട് കാര്യമൊന്നുമില്ല. മരിക്കുവാണെങ്കിൽ അന്തസ്സോടുകൂടി മരിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് വേണം മരിക്കാൻ. വെറുതെ ചത്താ പോരാ. അന്തസ്സായിട്ട് മരിക്കണം. മരിക്കുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ചെയ്തിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ, അല്ലാഹുവേ നിന്റെ മണ്ണറ മണിയറയ, നീ പേടിക്കണ്ട. ഈ പറയുന്ന 5 കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ നീ രക്ഷപ്പെട്ടു, നീ സ്വർഗത്തില. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാതെ പട്ടി ചന്തയ്ക്ക് പോയതുപോലെയാണ് നീ പോകുന്നതെങ്കിൽ, ഈ പറയുന്ന 5 കാര്യവും ചെയ്യാതെ വെറും കയ്യോടെയാണ് നീ അങ്ങോട്ട് പോകുന്നതെങ്കിൽ, അള്ളാണ് നിന്റെ കാര്യത്തിൽ തീരുമാനമാകും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ 5 കാര്യവും ചെയ്തിട്ട് വേണം മരിക്കാൻ. എല്ലാവരോടും അത് തന്നെ ഞാൻ പറയാം. ഞാൻ വഴുതു പറയുന്നത് നിങ്ങളാരെയും നന്നാക്കാനല്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവ എന്താടാ വന്നത് മുതൽ നമ്മളെ കുറ്റപ്പെടുത്തണേ.
എടോ ചങ്ങായിമാരെ, ഞാൻ നിങ്ങളെ നന്നാക്കാനല്ല വഴുതു പറയുന്നത്, ഞാൻ എനിക്ക് നന്നാകാനാ വഴുതു പറയുന്നത്. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. നിങ്ങൾക്ക് കരുണയില്ലേ? ഒരു ആമീൻ പറഞ്ഞേ. കാരണം ആരുടെ ആമീന അള്ളാഹ് കേൾക്കണേന്നറിയില്ല. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളും കൂടിക്കോ, അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ സമയമില്ല. 8 മണി കഴിഞ്ഞു, 8:30 ഇനി 1 മണിക്കൂറാണ് എനിക്ക് സമയമുള്ളത്. 5 എണ്ണം പറയാന്ന് ഞാൻ വാക്കൊന്നും പറയത്തില്ല. ഒരെണ്ണം ഉസ്താദ് വന്ന അപ്പൊ ഞാൻ സലാം പറയും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ കാര്യം, സംഘാടകരൊക്കെ കേട്ടോ, ബിരിയാണിയൊക്കെ പിന്നെയും പൊതിയാം. ബിരിയാണി തിന്നാൻ യോഗം ഉണ്ടെങ്കിലല്ലേ പൊതിഞ്ഞിട്ട് കാര്യമുള്ളൂ. എല്ലാവരും ബിരിയാണി പൊതിയാനും കാര്യങ്ങളൊക്കെ സംഘാടകരോട്, നീ ഇരുന്ന് വിയർക്കാതെ പോയിരുന്ന് വയല് കേക്ക്, നിന്റെ പള്ളിക്കൂടി നീ നേരെയാക്ക്. അവരവരുടെ കാര്യം നോക്കും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ. വയല് നടത്തിയിട്ട് നിങ്ങൾ വയല് കേട്ടില്ലെങ്കിൽ വലിയ പ്രയാസം. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. ലൈസൻസ് എടുത്തിരിക്കുന്നത് വണ്ടി ഓടിക്കാൻ അറിയുന്നവനാ, ഓൻ്റെ കാര്യത്തിൽ പോക്ക്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്താ? അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്, ഞാൻ ഹദീസ് പറയുന്നില്ല, അള്ളാന്റെ ഖുർആനാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹു പറയുകയാണ്, മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ. അള്ളാഹു പറയുകയാണ്, നീ മുസ്ലിമായിട്ടേ മരിക്കാവൂ, നീ ഈമാനോടുകൂടിയേ മരിക്കാവൂ. അതാ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്ന് നിന്റെ കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിച്ച് ഈ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് റൂഹ് കൊണ്ടുവന്നു. അവസാനമാ റൂഹ് വലിച്ചെടുക്കുമ്പോ അള്ളാഹു തന്ന നാവ് കൊണ്ട് അവസാനമായിട്ട് പറയേണ്ട വാക്കേതാ? അള്ളാഹു തന്ന നാവ് കൊണ്ട് നീ അവസാനമായിട്ട് പറയേണ്ട വാക്കേതെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞിട്ടേ നീ മരിക്കാവോ, ഇത് പറഞ്ഞിട്ടേ നീ മരിക്കാവോ. ഇത് പറഞ്ഞിട്ടു മരിച്ചാ നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവന് സ്വർഗമുണ്ട്, സദഖ കൊടുക്കുന്നവന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും സ്വർഗമുണ്ടെന്നാ പറഞ്ഞത്. നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവന് സ്വർഗമുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ പള്ളി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിച്ച അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവ സ്വർഗത്തിൽ കയറി കഴിഞ്ഞു, ഇനിയൊന്നും പഠിക്കാനില്ല. എടാ, ഈ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കുന്നവൻ സ്വർഗത്തിൽ കയറി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ ചോദിക്കുക, എന്റെ പൊന്ന് സിറാജ്, ഇത് പറയാനായിരുന്നു നീ ഇത്രയും ഇവിടെ കടന്ന് സംസാരിച്ച്? ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. എടാ, നിസ്കരിക്കാൻ പോലും അറിയാത്ത ഏത് മൂതുകുടിയനോട് ചോദിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അറിയാത്ത മുസ്ലിം ലോകത്തുണ്ടോ? എല്ലാവർക്കും അറിയാം. അവന് നിസ്കരിക്കാൻ അറിയത്തില്ലെങ്കിൽ ഈ ദിക്ർ അറിയാം. ഈ ദിക്ർ അറിയാത്ത ഒരാണും ഒരു പെണ്ണും ഈ മജ്ലിസിലില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിചാരിച്ചിരിക്കണത് ഇത് നമ്മൾ പറഞ്ഞിട്ടേ മരിക്കൂ, നമ്മളങ്ങ് ഉറപ്പിച്ചിരിക്കാം. കാരണം തഴമ്പുണ്ട്, താടിക്ക് നീളമുണ്ട്, പള്ളി കമ്മിറ്റിക്കാരനാ, പ്രസംഗിക്കുന്നവനാ, ഹാഫിള, ആലിമ, പണ്ഡിതനാ, ഇമാമ. എപ്പോ നോക്കിയാലും തസ്ബിയ കയ്യിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളൊക്കെ വിചാരിച്ചിരിക്കണത് ഇത് പറയാൻ നമ്മളെ കൊണ്ടങ്ങ് പറ്റൂ, നമ്മളങ്ങ് ഉറപ്പിച്ചു. എന്നാ ഇത്ര ഉറപ്പുണ്ടെങ്കിൽ ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അടുക്ക പോയിരുന്നിട്ട് ഈ ദിക്ർ പറഞ്ഞു കൊടുക്കുന്ന എന്തിനാ? ഓൻ അറിയാഞ്ഞിട്ടാ? ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അടുത്ത് പോയിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിയൊക്കെ കത്തിച്ചു വെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു കൊണ്ടുപൊക്കോളാൻ. പിന്നെ തിരിയും കത്തിച്ചു വെച്ചിട്ട് എല്ലാം കൂടെ വട്ടത്തിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊല്ലുന്ന അനം കൊല്ലുവോ പാവത്തിനെ? മരിക്കുന്നതിന് മുമ്പ് തന്നെ കൊല്ലാൻ വേണ്ടി അടുത്തു പോയിരുന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നതിൽ എന്താ അറിയാഞ്ഞിട്ടാ പറയണേ?
നിങ്ങൾ ആരും ഖുർആൻ നോക്കാറില്ലേ ചങ്ങാതിമാരെ? പാപ്പ ഒരു തഴമ്പുണ്ടെന്ന് പായിലിട്ട് ഒരച്ചിട്ട് തഴമ്പ് കിട്ടിയവൻ പടച്ചവനെ താടിയും വളർത്തിയിട്ട് നടക്കാ. ഇത്രയും താടി, ഇത്രയും താടിയുണ്ട്. എടാ കഞ്ചാവ് കേസിലെ പ്രതിക്കുണ്ടടാ ഇത്രയും താടി. മയക്കുമരുന്ന് കേസിലെ പ്രതി കൊലപാതകിക്കും താടിയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ മരിക്കുമ്പോ ഈമാനോടുകൂടി പറഞ്ഞിട്ടങ്ങ് മരിക്കൂന്ന് ഉറപ്പിച്ചു. എന്താ നീ ഖുർആൻ ഓതാത്തെ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ആ ഖുർആനിന്റെ അകത്ത് ഒരു പ്രവാചകന്റെ ചരിത്രം അല്ലാഹ് പറയുകയാ. ഏത് പ്രവാചകൻ എന്നറിയോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആരുടെ പേരാ പറഞ്ഞേ? മാമാടെ പേരല്ല പറഞ്ഞ, ഒരു നബിയുടെ പേരാ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്ത് ആദ്യമായിട്ടൊരു പള്ളി കെട്ടി. പള്ളി കെട്ടുന്നതിനേക്കാളും വലിയ പുണ്യമൊന്നുമില്ലല്ലോ. അള്ളാനെ ആരാധിക്കാൻ ലോകത്ത് ആദ്യമായിട്ട് പള്ളി, പരിശുദ്ധ കഅബാലയം. അള്ളാഹു ചെല്ലാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു കഅബാലയത്തിൽ ചെന്ന് ഹജ്ജും ഉംറയും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ കഅബാലയത്തിന്റെ പണി നടത്തി ആരാ? ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം രണ്ടുപേരും സാധാരണ ആളല്ല. ഇബ്രാഹിം നബി ആരാ? അള്ളാഹു എന്തൊക്കെ പരീക്ഷണം കൊടുത്തിട്ടുണ്ടോ ആ പരീക്ഷണത്തിൽ മുഴുവനിലും വിജയിച്ച നബി. തന്റെ മകനെ അറുത്തു കൊടുക്കാൻ പറഞ്ഞപ്പോ അതിനും തയ്യാറായി നബി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്ത് ആദ്യമായിട്ട് അള്ളാനെ ഇബാദത്ത് ചെയ്യാൻ ഒരു പള്ളി കെട്ടിയിട്ട് അള്ളാനോട് ആദ്യം ചോദിച്ചത് സ്വർഗം താ എന്നല്ല. ഇബ്രാഹിം നബി അള്ളാഹുവിനോട് തന്റെ പൊന്നുമകൻ ഇസ്മായിൽ നബി അലിഹിസ്സലാം, ആരാ ഇസ്മായിൽ എന്നറിയോ? ആരാണ് ഇസ്മായിൽ നബി അലിഹിസ്സലാം എന്നറിയോ? ഇബ്രാഹിം നബി തന്റെ പൊന്നുമകനെയും പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെയും സഫാ മറുവ എന്ന് പറയുന്ന രണ്ട് മലകളുടെ നടുവിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടു. കുടിക്കാൻ ഇത്തിരി വെള്ളമോ ഇത്തിരി കാരക്കയും കയ്യിൽ കൊടുത്തു. ഒരു പറവ പോലുമില്ല മനുഷ്യൻ പോയിട്ട്. ആ കൊടും വനത്തിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് തിരിച്ചു പോകുമ്പോ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്താ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് എങ്ങോട്ട് പോവാ? ഇബ്രാഹിം നബി ഒന്നും മിണ്ടുന്നില്ല. പിന്നെയും ചോദിച്ച് എങ്ങോട്ട് പോകുന്നു? പടച്ചവനെ, പെണ്ണുങ്ങൾ പഠിക്കണം. ഭർത്താവ് കിടപ്പിലായി പോയാ, ഭർത്താവ് മരിച്ചുപോയാ ടെൻഷൻ അടിക്കുന്ന പെണ്ണുങ്ങൾ പഠിക്കണം. ഇബ്രാഹിം നബിയോട് പിന്നെയും ചോദിച്ചു, എവിടെ പോവാ ഞങ്ങളെ വിട്ടിട്ട്? ഇബ്രാഹിം നബി മിണ്ടിയില്ല. ഹാജറ ബീബി മൂന്നാമത് ചോദിച്ചു, സ്വന്തം തീരുമാനമാണോ അള്ളാന്റെ തീരുമാനമാണോ? ഇബ്രാഹിം നബി പറഞ്ഞു, അള്ളാന്റെ തീരുമാനമാ, എന്നാ പൊക്കോളാനാ പറഞ്ഞു. ഇബ്രാഹിം നബിയോട് പറഞ്ഞു പൊക്കോളാൻ. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇബ്രാഹിം നബി തിരിച്ചു വരുന്നത്. ഗൾഫിൽ നിന്ന് വാപ്പ വരുന്ന പോലെ വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിയെ കണ്ടപ്പോ വലിയ സ്നേഹം. വാപ്പയും മകനും എവിടെ പോയാലും ഒരുമിച്ച് നടക്കാം. ഗൾഫിൽ നിന്ന് വരുന്ന വാപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് മക്കൾ നടക്കണ പോലെ ഇബ്രാഹിം നബിയുടെ കൈ പിടിച്ച് ഇസ്മായിൽ നബി നടക്കാൻ തുടങ്ങി. ഇബ്രാഹിം നബിക്ക് വലിയ സന്തോഷം, വലിയ സ്നേഹം. ഒരു ദിവസം ഇബ്രാഹിം നബി അലൈഹിസ്സലാം 11 വയസ്സ് മാത്രം പ്രായമുള്ള ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമകന്റെ അടുക്ക വന്നിട്ട് ചോദിച്ചു, മോനെ, അള്ളാഹു നിന്നെ അറുത്തു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു, നിന്റെ അഭിപ്രായം എന്താ? എടാ, 30 വയസ്സുള്ളവനോട് പോലും വാപ്പ ഇന്ന് അഭിപ്രായം ചോദിക്കാറില്ല. 30 വയസ്സുള്ളവന്റെ അടുത്ത് വാപ്പ ചോദിക്കുകയില്ല. 11 വയസ്സുള്ള മകനോട് വാപ്പ ചോദിക്കുകയാ, അള്ളാഹ് നിന്നെ അറുത്തു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു, എന്റെ മോന്റെ അഭിപ്രായം എന്താ? ഇസ്മായിൽ നബി പറഞ്ഞ മറുപടി, ഇഫ്അൽ മാ തുഉമർ സതജിദുനി ഇൻഷാ അല്ലാഹ്. അറുത്തു കൊടുത്തേക്ക് വാപ്പ, അള്ളാഹ് എന്താണ് പറഞ്ഞ ചെയ്തേക്കാൻ. അതാ മക്കള്. ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അറക്കാൻ കൊണ്ടുവരിക. അറക്കാൻ കൊണ്ടുവരുമ്പോ ഇസ്മായിൽ നബി വാപ്പാനോട് പറയാ, ഉപ്പ അറക്കണ സമയത്ത് എന്റെ കഴുത്ത് തിരിച്ചിട്ടിട്ട് വേണം അറക്കാൻ. ഒരു മകൻ പറഞ്ഞു കൊടുക്ക, എന്റെ കഴുത്ത് തിരിച്ചിട്ടിട്ട് വേണം അറക്കാൻ. എന്താ ഉപ്പ, എന്തേടാ മോനെ അങ്ങനെ പറഞ്ഞേ? ഉപ്പ, എന്റെ മുഖം കണ്ടാ നിങ്ങൾക്ക് അറക്കാൻ പറ്റൂല, എന്നെ അത്രയ്ക്ക് ഇഷ്ടമാ, എന്റെ മുഖം കണ്ട അറക്കൂല നിങ്ങൾ, അതുകൊണ്ട് എന്റെ തല തിരിച്ചു വെച്ചിട്ട് വേണം അറക്കാൻ. ഉപ്പ എന്റെ കയ്യും കാലും കെട്ടണേ. എന്തേ മോനെ? ഉപ്പ അറുക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ കൈകാലിട്ടടിച്ച ഉപ്പാടെ കൈ വിറയ്ക്കും. ഇസ്മായിൽ നബി പറഞ്ഞു കൊടുക്ക, 11 വയസ്സേ ഉള്ളുപ്പ, നിന്റെ മോൻ ഇപ്പോഴും ടാബും മൊബൈലുമായിട്ട് നടക്കാം. ഇറച്ചിക്കോഴിയെ പോലെ മുടിയും വളർത്തി കീറിയ പാൻറ് വിട്ട് നടക്കാവൻ. ആണുവല്ല പെണ്ണുമല്ല. എടാ, ഇസ്മായിൽ നബി എന്ന 11 വയസ്സുകാരൻ വാപ്പാനോട് പറയുന്നു, ഉപ്പാ, ഈ ഉടുപ്പ് ഊരിയിട്ടിട്ട് വേണം എന്നെ അറക്കാൻ. അതെന്തേ മോനെ? ഉപ്പ, ഉമ്മ കുളിപ്പിച്ചിട്ടെന്ന പുതിയ ഉടുപ്പ, എന്റെ രക്തം ഇതിനകത്ത് പറ്റിയ എന്റെ ഉമ്മയ്ക്ക് വേദനിക്കും, അതുകൊണ്ട് ഇത് ഊരണം, എന്നിട്ട് വേണം അറക്കാൻ. ഇസ്മായിൽ നബി വാപ്പാനോട് പറഞ്ഞു കൊടുക്കുന്നു, ഉപ്പ, എന്നെ അറുത്തിട്ട് തിരിച്ചു പോകുമ്പോ ഉമ്മ ചോദിക്കും ഞാൻ എന്തേന്ന്, സ്വർഗത്തിൽ വെച്ച് കാണാന്ന് പറഞ്ഞേക്കണം. അതാ മക്കള്. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ.
ഈ വാപ്പായും മകനും കൂടെ അള്ളാനെ ആരാധിക്കാൻ ഒരു പള്ളി കെട്ടിയിട്ട് അള്ളാനോട് ആദ്യം പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? അള്ളാഹുവേ ഇത് നീ സ്വീകരിക്കണേ അല്ലാ, അള്ളാഹുവേ നീ ഇത് സ്വീകരിക്കണേ അല്ലാ. രണ്ടാമത്തെ വാക്കെന്തെന്നറിയോ? സ്വർഗം തരണേ എന്നല്ല ചോദിച്ചത്, അള്ളാഹുവേ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. നിങ്ങൾ ആലോചിച്ചേ, ആ ഇബ്രാഹിം നബിക്കില്ലായിരുന്നു ഉറപ്പ്, വാപ്പ നീ ഇപ്പോഴേ ഉറപ്പിച്ചു. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഉറപ്പില്ലായിരുന്നു ഞാൻ മരിക്കുമ്പോ ഈമാനോട് കൂടിയേ മരിക്കൂ, കാരണം ഞാൻ നബിയാന്ന് പറഞ്ഞ് നെളിഞ്ഞു നടന്നില്ല. എന്റെ ചെറുപ്പക്കാരോട് വല്ലപ്പോഴും കാക്ക കൊത്തണ പോലെ പള്ളി കയറി കൊത്തണ നീ ചിന്തിക്ക്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയാ. തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറുമ്പോ യൂസുഫ് നബി ചെയ്ത ഒരു ദുആയുണ്ട്, റബ്ബിഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസ്. ഖുർആൻ പറയുന്നുണ്ട്, യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞത്, പടച്ചവനെ അധികാരവോ ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത്, എനിക്ക് വേണ്ടത് എന്തെന്നറിയുമോ? തവഫനി മുസ്ലിമ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിച്ചാൽ മതി അല്ലാ, വേറൊന്നും വേണ്ട. ഈ മഹാനായ യൂസുഫ് നബിക്കും ഉറപ്പില്ല. وَوَصَّى بِهَا إِبْرَاهِيمُ وَبَنِيهِ يَعْقُوبُ يَا بَنِيَّ إِنَّ اللَّهَ اصْطَفَى لَكُمُ الدِّينَ فَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ. രണ്ട് പ്രവാചകന്മാര് മക്കളോട് വസിയത്ത് ചെയ്തത്, മക്കളെ മരിക്കുമ്പോ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴിയല്ല പറഞ്ഞു കൊടുത്തത്, മക്കളെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ, അല്ലാതെ മരിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ സുജൂദിൽ കിടന്ന് നിലവിളിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് സുജൂദിൽ കിടന്ന് നിലവിളിക്കുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അടുത്തു ചെല്ലുകയാണ്, പടച്ചവനേ റസൂലുള്ളാഹ് കരയുന്നത് എന്തിനാണ്? എന്ത് പറഞ്ഞിട്ടാണ് കരയുന്നത്? എന്ത് പറഞ്ഞിട്ടാണ് കരയുന്നത്? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അടുത്തു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞിട്ടാ കരയുന്നതെന്നറിയുമോ? യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. ആയിഷ ബീബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഉറപ്പില്ലേ നബിയേ, ഉറപ്പില്ലേ നബിയേ? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒരു മനുഷ്യന്റെ ഹൃദയമെന്ന് പറയുന്നത് ഒരു നൂലിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാ. കാറ്റടിച്ചാൽ എങ്ങോട്ട് വേണമെങ്കിലും പറക്കുമല്ലോ. ഒരു മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ കയ്യിലാണ്, എപ്പ വേണമെങ്കിലും തിരിയുമല്ലോ. അല്ലാഹുവേ, എത്രയോ പേര് മുസ്ലിമായി ജീവിച്ചിട്ട് അവസാനം കാഫിറിനെ പോലെ ചത്തുപോയല്ലോ. താടിയും തഴമ്പുള്ളവര് മാത്രമായിരുന്നില്ല, എത്രയോ കൊലകൊമ്പന്മാര്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ മഹത്വം നിനക്കറിയുമല്ലോ. സ്വഹാബി കന്നുജൂ, എന്റെ സ്വഹാബികളെ നക്ഷത്ര തുല്യരാ, അതിലാരെ പിൻപറ്റിയാലും നിങ്ങൾ രക്ഷപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ തന്റെ സ്വഹാബത്തിനെ കുറിച്ച്? ആ പ്രവാചകന്റെ സ്വഹാബിയല്ലേ കാഫിറായി ചത്തുപോയത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകെ നടന്ന, കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്ത, പുറകിൽ നിന്ന് നിസ്കരിച്ച, അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറഞ്ഞ സ്വഹാബി കാഫിറായി മരിച്ചു പോയില്ലേ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഹാഫിൽ ഈമാനില്ലാതെ മരിച്ചില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് നോക്ക്, അല്ലാഹുവിന്റെ അർശ് നോക്കിയിട്ട് പാഠമെടുത്തിരുന്ന അതാ ബല്ലാഹുവിന് ബാഹൂറ എന്ന് പറയുന്ന മഹാന് പട്ടിയെ പോലെ ചത്തുപോയില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ ഹാജിയാക്കന്മാര്, പടച്ചവരെ എന്തിനായി മനുഷ്യൻ ഇങ്ങനെ ചെയ്തത്? ഇന്നും നിസ്കരിക്കാമെന്നവനായിരുന്നല്ലോ, എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് ചിന്തിക്കുന്നവരില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നു, അല്ലാഹു എപ്പോഴാ മറിക്കുന്നതെന്നറിയില്ല. ഒരൊറ്റ നിമിഷം കൊണ്ട് സർവ്വതം തകർന്നു പോകുമല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹ്
ജീവിക്കുന്ന കാലം മുഴുവനും അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ചിട്ട് അവസാന സമയം അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നിട്ട് മുസ്ലിമിനെ പോലെ ശഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ മരിച്ച എത്ര പേരുടെ കഥ നിനക്കറിയാ? എന്തിനാ പാളയം പള്ളിയിൽ പോകുമ്പോ കമലാ സുരയ്യ എന്ന് പറയുന്ന ഒരു മഹദിയുടെ ഖബർ കാണുമല്ലോ. മാധവിക്കുട്ടി എന്ന് പറയുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന, നോവൽ വായിക്കുന്നവർക്കറിയാ, ആ മാധവിക്കുട്ടിയുടെ പുസ്തകം വായിക്കാൻ ചിലപ്പോ നമുക്ക് അറപ്പ് തോന്നുമല്ലോ. സെക്സ് കലർന്ന രീതിയിലാം അവരുടെ പുസ്തകങ്ങള്. ആ മഹദിയാണ് ഒരു വലി മരിച്ചതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ പാളയം പള്ളിയുടെ പള്ളിപ്പറമ്പിൽ കിടക്കുന്നത്. ഇതുപോലെ നൂറുകണക്കിന് സംഭവങ്ങൾ നിനക്കറിയുമല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടേ മരിക്കാവൂ. ഉപ്പമാരെ, ഉമ്മമാരെ, എപ്പ എവിടെ കിടന്ന് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ മരിച്ചോ. അത് നടു റോഡിൽ കിടന്ന് വെട്ടുകൊണ്ടടാകട്ടെ, വെള്ളത്തിൽ മുങ്ങിയാകട്ടെ, ഭൂമി ഇടിഞ്ഞ് താഴ്ന്നിട്ടാകട്ടെ, ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾ മരിച്ചോ. പക്ഷേ മരിക്കുന്ന സമയത്ത് അല്ലാഹു തന്ന നാവ് കൊണ്ട് നീ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് പറഞ്ഞിട്ടേ നിങ്ങൾ മരിക്കാവൂ. ഇത് പറഞ്ഞിട്ടേ നിങ്ങൾ മരിക്കാവൂ. അല്ലാഹുവേ അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. അത് തടമ്പിലും താടിയിലും മാത്രമല്ല, ഇട്ടിരിക്കുന്ന ജുബ്ബയിലും മാത്രമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പള്ളിക്കകത്തിരുന്ന് ചിരിച്ച സഹാബികളോട് റസൂലുള്ള പറഞ്ഞു, ഒരുത്തനും നെളിയണ്ട, ഒരുത്തനും നെളിയണ്ട. ചെയ്തു വെച്ചിരിക്കുന്ന അമലിന്റെ വലുപ്പം കണ്ടിട്ട് ഒരുത്തനും നെളിയണ്ട. അല്ലാഹു സ്വീകരിച്ചെന്ന് നിനക്കുറപ്പില്ലല്ലോ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, നിങ്ങൾ എവിടെ കിടന്നു മരിച്ചാൽ നിങ്ങൾ മുസ്ലിമായിട്ട് മരിക്കണേ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഗ്സിക അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അവനാണ് വിജയിച്ചവനെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മരണസമയത്ത് എത്ര വലിയ കൊലകൊമ്പനാകട്ടെ, ആലിമാകട്ടെ, പണ്ഡിതനാകട്ടെ, വലിയാകട്ടെ, മഹാനാകട്ടെ, മരിക്കാൻ കിടക്കുന്ന നിന്റെ ചാരത്ത് വന്നിട്ട് ഇനി ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാൽ പറയാൻ നിന്റെ നാവ് പൊങ്ങണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എത്ര വലിയ പണ്ഡിതൻ നിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു തന്നാൽ അത് പറയാൻ നിന്റെ നാവ് പൊങ്ങണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ അത് പറഞ്ഞു മരിക്കാൻ കഴിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എടാ, എത്ര വലിയ കൊലകൊമ്പന്മാര് വന്ന് പറഞ്ഞു തന്നാലും ഈ നാവ് പൊങ്ങണമെങ്കിൽ അല്ലാഹ് തന്നെ തീരുമാനിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഈ വയല് കേൾക്കാൻ വന്ന എല്ലാവരും സ്വന്തം ചിന്തിക്ക്, നിന്നെ കൊണ്ട് അതിന് പറ്റുമോ? മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ നീ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? ഒരു വഖത്ത് നിസ്കാരം പറ. ഒരു 50 60 വയസ്സുവരെ പ്രായമുള്ളവരിയ്ക്കുന്നു, ഉപ്പാ, നീ നിന്റെ ജീവിതത്തിൽ നിസ്കരിച്ച ഒരു റക്അത്തെങ്കിലും അല്ലാഹു സ്വീകരിച്ചെന്ന് പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഇല്ല. ഒരു സുബ്ഹാനല്ലാഹ് എങ്കിലും, നീ പറഞ്ഞിട്ടുള്ള ഒരു സുബ്ഹാനല്ലാഹ് എങ്കിലും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? നിനക്കറിയില്ല. ഇതാ നമ്മുടെ അവസ്ഥ. ഒരു നല്ല മരണം കിട്ടാൻ ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ എങ്ങനെ നമ്മൾ മരിക്കും ഈമാനോടെ? ഈ ദിക്ർ പറഞ്ഞു മരിച്ചാലല്ലേ രക്ഷപ്പെടൂ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? അല്ലാഹു ചോദിക്കുകയാ, ആർക്കെങ്കിലും നല്ല മരണം വേണം?
അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ? ഞാൻ തരാം, പൈസ ഒന്നും തരണ്ട. അള്ളാന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ, ഇവിടെ ചങ്ങാതി എങ്ങനെ മരിക്കണമെന്നറിയോ, എങ്ങനെ മരിക്കണ്ടെന്നറിയോ? നിന്റെ മയ്യത്ത് കാണാൻ വരുന്നവൻ കൊതിക്കണം നീ മരിച്ചതുപോലെ മരിക്കാൻ. നീ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും നിന്നെ കുറ്റം പറഞ്ഞവൻ, പരിഹസിച്ചവൻ, കളിയാക്കിയവൻ നിന്നെ എപ്പോഴും കണ്ടാലും കളിയാക്കും. നിന്നെക്കുറിച്ച് ആവശ്യമില്ലാത്തത് മുഴുവനും പറഞ്ഞ് നിന്നെ നാണം കെടുത്തിയവനാ. പക്ഷെ അവൻ നീ മരിച്ചെന്ന് കേട്ടിട്ട് നിന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോ ഇത്രയും കാലം നിന്നെ കുറ്റം പറഞ്ഞ നാവ് കൊണ്ട് അവൻ പറയണം മരിച്ചാൽ ഇങ്ങനെ മരിക്കണമെന്ന്. അള്ളാഹു അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. അതുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.